നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. അന്തരിച്ച കുന്നംകുളം മുൻ MLA ബാബു എം പാലിശ്ശേരിക്ക് വിട നൽകാനൊരുങ്ങി നാട്. ഉച്ചയ്ക്ക് 2-ന് ഔദ്യോഗിക ബഹുമതികളോടെ കടവലൂർ കൊരട്ടിക്കരയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുക. പാർക്കിൻസൺസ് രോഗം ബാധിച്ച് ഏറെ നാളായി ചികിത്സയിൽ ആയിരുന്ന അദ്ദേഹം ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് വിടവാങ്ങിയത്. മരണശേഷം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം കണ്ണുകൾ ദാനം ചെയ്തു. കുന്നംകുളം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിനു ശേഷം ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. രാത്രി മുതൽ പ്രിയ നേതാവിനെ അവസാനമായി കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മതരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് എത്തുന്നത്. അന്തരിച്ച മുൻ MLA ബാബു എം പാലിശ്ശേരിക്ക് കുന്നംകുളം CCTV ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചെയർമാൻ KR അനന്തരാമൻ, ഡയറക്ടർമാരായ CI വിജു, ബാബു പോൾ, ഷാജി വി ജോസ്, PM സോമൻ, മാനേജർ സിൻഡോ ജോസ് എന്നിവർ കൊരട്ടിക്കരയിലെ വീട്ടിലെത്തി റീത്ത് സമർപ്പിച്ചു. ഗുരുവായൂർ ആനക്കോട്ടയിലെ കൊമ്പൻ ഗോകുലിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരിക, ഗുരുവായൂരപ്പന്റെ ആനകൾക്ക് ദേവസ്വം കൃത്യമായ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങളുന്നയിച്ച് BJP പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ആനക്കോട്ടയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധം BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. പൂക്കോട് ഏരിയ പ്രസിഡന്റ് ജിതിൻ കാവീട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KR ചന്ദ്രൻ, KC വേണുഗോപാൽ, KK സുമേഷ് കുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ മനീഷ് കുളങ്ങര, KC രാജു, സെക്രട്ടറിമാർ, മറ്റ് പ്രവർത്തകരും പങ്കെടുത്തു. ഇവിടുത്തെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് അനുബന്ധ ആളുകൾക്ക് അറിയാൻ യാതൊരു സംവിധാനവുമില്ല. എല്ലാം ഒരു മറ പോലെയാണ്. ഇതിനകത്ത് നടക്കുന്ന വിഷയങ്ങളൊന്നും പുറത്തേക്ക് അറിയില്ല. ആനകളെ പീഡിപ്പിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇവിടുത്തെ ഒരു പത്രലേഖകൻ അദ്ദേഹം എന്നെ വിളിച്ചു. ചന്ദ്രമോഹൻ, കോൺഗ്രസിലെ ചന്ദ്രമോഹൻ ഇരിക്കുന്ന കാലഘട്ടത്തിലാണെന്ന ഓർമ്മ. ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലെ ആനകളുടെ ദുരൂഹ മരണങ്ങളിൽ ഉന്നതതല ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു. കൊമ്പൻ ഗോകുലിന്റെ വിയോഗം പുന്നത്തൂർ കോട്ടയിലെ ഗജസമ്പത്തിനെ കാർന്നു തിന്നുന്ന ദുരവസ്ഥയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. 15 വർഷത്തിനിടെ 50 വയസ്സിൽ താഴെയുള്ള 24 ആനകൾ ഉൾപ്പെടെ 31 ആനകൾ ചരിഞ്ഞു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ദേവസ്വം അധികാരികളുടെയും രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്ന യൂണിയനുകളുടെയും അനാസ്ഥയുടെ ഫലമാണെന്നും അഡ്വക്കേറ്റ് നിവേദിത കുറ്റപ്പെടുത്തി. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ആനത്താവളത്തിൽ സ്ഥാപിച്ച ഏതാനും ക്യാമറകൾ പിന്നീട് നീക്കം ചെയ്തു. ദേവസ്വം നിയമനങ്ങളിലും അടിക്കടി പാപ്പാന്മാരെ മാറ്റുന്നതിലും രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്നത് ഗുരുതരമായ കൃത്യവിലോപനമാണ്. ഇത്തരം കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്നും അല്ലാത്തപക്ഷം ബഹുജനങ്ങളെ സംഘടിപ്പിച്ച് ശക്തമായ സമരങ്ങൾ BJP നടത്തുമെന്നും നോർത്ത് ജില്ലാ പ്രസിഡന്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഗോകുൽ എന്ന ആന വെറും 33 വയസ്സുള്ള ആനയാണ്. ഇതിനെല്ലാം കാരണമായി തീരുന്നത് നിരന്തരമായിട്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആനമാറ്റം എന്നുള്ള പരിപാടി ഇവിടെ നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെയെല്ലാം, ഈ ആനകളെയെല്ലാം ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് ഇരയാക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരത ഇവിടുത്തെ ആനകൾക്ക് നേരെ ഉണ്ടാകുമ്പോൾ ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരം, നിർദ്ദേശപ്രകാരം ഇവിടെ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം വെച്ചിരുന്നു. പക്ഷേ ആ നിർദ്ദേശം പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടുത്തെ നിലവിലെ സംവിധാനങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും പിന്നീട് അവ ഊരിമാറ്റുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. അതുമാത്രമല്ല, ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സ്റ്റാഫുകളെ സ്ഥലം മാറ്റുകയും അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്ന ഒരു നിലപാട് കൂടി ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇവിടെയുള്ള ഡോക്ടർമാരെല്ലാം കൊടുക്കുന്ന റിപ്പോർട്ടുകൾ കൃത്യമാണോ എന്നുള്ളതും പരിശോധിച്ച് അതിൽ കൃത്യവിലോപം നടത്തിയിട്ടുള്ള ഡോക്ടർമാരെയും അതുപോലെ തന്നെ ഇവിടെയുള്ള സ്റ്റാഫുകളെയും, അവരെ പാപ്പാന്മാർ ഉൾപ്പെടെയുള്ളവരെയും കൃത്യമായിട്ട് നിയമ നടപടിക്ക് വിധേയരാക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാൻ. വെള്ളാറ്റഞ്ഞൂരിൽ വീട്ടുപറമ്പിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. പ്രമോദ് നിവാസിൽ പ്രവീൺ കുമാറിന്റെ വീട്ടുപറമ്പിൽ രാവിലെ 8ഓടെയാണ് 5 അടി നീളമുള്ള മലമ്പാമ്പിനെ കണ്ടത്. വീട്ടുകിണറിന് സമീപം കരിയിലകൾക്കിടയിലാണ് പാമ്പ് കിടക്കുന്നതായി കണ്ടത്. തുടർന്ന് വിവരമറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ ഫോറസ്റ്റ് റെസ്ക്യൂ ഓഫീസർ റഫീഖ് പാമ്പിനെ പിടികൂടി. ഇന്ത്യൻ സേനകളിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും യുവതീ യുവാക്കൾക്കും
കഴിഞ്ഞ 16 വർഷമായി സൗജന്യമായി പരീക്ഷാ പരിശീലനം നൽകുന്ന റീച്ച് ഫോർ ദ സ്റ്റാർസ് എരുമപ്പെട്ടിയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ചവരെ ആദരിച്ചു. ദില്ലിയിൽ നടന്ന റിപ്പബ്ലിക് ഡേ പരേഡ് PM റാലിയിൽ പങ്കെടുത്ത റീച്ച് ഫോർ ദി സ്റ്റാർസ് സംഘം നന്ദനയെയും കഴിഞ്ഞ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ കമ്പൈൻഡ് ഡിഫൻസ്, നാഷണൽ ഡിഫൻസ് അക്കാദമി തുടങ്ങിയ എഴുത്തു പരീക്ഷകളിലും മറ്റ് പരീക്ഷകളിലും വിവിധ എൻട്രികളിലൂടെ വിജയിച്ചവരെയും SSB ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റായ മന്യ, അഭി ഫ്രാൻസിസ്, ആതിര, ഹെൽന, അന്ന, ഏഞ്ചൽ, ആയുഷ് എന്നിവരെയും ഉപഹാരം നൽകി ആദരിച്ചു. ഈ വർഷം രണ്ടാമത്തെ പകുതിയിൽ മാത്രം 2 പേർ NDA എഴുത്തു പരീക്ഷയിൽ, 3 പേർ CDS പരീക്ഷയിൽ, 11 പേർ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഴുത്തു പരീക്ഷയിലും വിജയിച്ചു. ആയുർവേദ ഗുരു നെല്ലുവായ് ധന്വന്ത്രി ആയുർവേദ ഭവൻ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. Enjoy the life. Enjoy what you are doing. That is my principle. Okay. Why I came here after major call? ഞാൻ അവിടെ എൻ്റെ പേഷ്യൻസ് 50 ടോക്കൺ 22 ടോക്കൺ കഴിഞ്ഞിട്ടേ പോയി. അപ്പോൾ ഒന്നും നോണം ഇപ്പോൾ വരാൻ തോന്നുന്നുണ്ട്. നോണം പറഞ്ഞ ആവശ്യത്തിന് നോണം പറയാം. സമൂഹത്തിൽ പോയി നടന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് റീച്ച് ഫോർ ദി സ്റ്റാർസ് ചീഫ് കോർഡിനേറ്റർ മേജർ KP ജോസഫ് അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യാതിഥിയായി. ജീവകാരുണ്യ പ്രവർത്തക ലളിത സ്വാമി, ആക്ട്സ് പ്രവർത്തകൻ KA ഫരീദലി, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് AM റഷീദ് എന്നിവർ പങ്കെടുത്തു. ജന്മദിനം ആഘോഷിച്ച മേജർ KP ജോസഫിന് ചടങ്ങിൽ ഉപഹാരം സമർപ്പിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ചാവക്കാട് മേഖലയുടെ നേതൃത്വത്തിൽ ദൃശ്യ ശ്രവ്യ വിസ്മയം സംഘടിപ്പിച്ചു. ഗുരുവായൂർ ടൗൺ ഹാളിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് KA വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ VL ജോയ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹീം കുഴിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി. ജോഷി ഇമ്മട്ടി സംഘടനാ വിശദീകരണവും സാബു തൃപ്രയാർ സ്നേഹസ്പർശം വിശദീകരണവും നടത്തി. PC ഹൈദ്രോസ് സ്വാന്തന പെൻഷൻ വിതരണവും സാജ് സുരേഷ് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാര വിതരണവും നടത്തി. സുഖിൽദാസ്, ആഷിഖ്, P റിഷാദ്, ഹുസൈൻ, ഫ്രാൻസിസ് ചീരൻ, ഷിഹാബ്, KO ജെൻസൺ എന്നിവർ സംസാരിച്ചു. AVL സുധി സ്വാഗതവും MA ഷാജു നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗാനമേള ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. AKSTU ജനയുഗം സഹപാഠി അറിവുത്സവം കുന്നംകുളം ഉപജില്ലാതല മത്സരം കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാരി ശിവൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും സ്കൂൾ തല വിജയികളായ 100ഓളം കുട്ടികൾ പങ്കെടുത്തു. മത്സരാർത്ഥികളോടൊപ്പം വന്ന രക്ഷിതാക്കൾക്ക് മൊബൈൽ ഫോണും കുട്ടികളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നൽകി. വിജയികളായവർക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു. സംഘടന ജില്ലാ കമ്മിറ്റി അംഗം എലിസബത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CI ജെയ്മോൻ, TP ജോസഫ്, രഞ്ജൻ മാത്യു, ജിംഷ, ജിജി, ചൈതന്യ, CS സിമി എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ സംഗീത സെമിനാർ നടത്തും. കലാമണ്ഡലത്തിന്റെ സഹകരണത്തോടെ നടത്തുന്ന സെമിനാറിൽ സംഗീത വിദ്യാർത്ഥികൾക്കും ആസ്വാദകർക്കും പങ്കെടുക്കാം. രാവിലെ 9:30 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. രാവിലെ 10-ന് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B അനന്തകൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനാകുന്ന ചടങ്ങിന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ സ്വാഗതം ആശംസിക്കും. ശബ്ദലേഖനത്തിലെ നൂതന സങ്കേതങ്ങൾ എന്ന വിഷയത്തിൽ പ്രശസ്ത ശബ്ദലേഖന വിദഗ്ധൻ R സജി പ്രബന്ധം അവതരിപ്പിക്കും. സംഗീത സംവിധായകൻ മനു രമേശൻ തത്സമയ ശബ്ദലേഖന സങ്കേതങ്ങൾ പരിചയപ്പെടുത്തും. സംഗീത വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ K മണികണ്ഠൻ സെമിനാർ നയിക്കും. ക്ഷേത്രത്തിലേക്ക് ആൽമരത്തൈ സമ്മാനിച്ച് വടക്കേക്കാട് അഭയം പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ മാതൃക. നിർമ്മാണത്തിലിരിക്കുന്ന അഭയത്തിന്റെ സാന്ത്വന മന്ദിരത്തിനോട് ചേർന്നുള്ള നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള തിരുവളയന്നൂർ ദേവീക്ഷേത്രത്തിലെ വൻ ആൽമരം അടുത്തിടെ നിലംപൊത്തിയിരുന്നു. പുതിയൊരു ആൽമരം നടുന്നതിന് തൈ തങ്ങൾ സമ്മാനിക്കാമെന്ന അഭയത്തിന്റെ അഭ്യർത്ഥന ക്ഷേത്രഭാരവാഹികൾ സ്വീകരിക്കുകയായിരുന്നു. ക്ഷേത്രസന്നിധിയിൽ നടന്ന ചടങ്ങിൽ അഭയം സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാനും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗവുമായ റഹീം വീട്ടിപ്പറമ്പിൽ, കൺവീനർ ഷെരീഫ് തെക്കേക്കൊമ്പത്ത്, അഭയം കാർഷിക ഇൻചാർജ് സലാം കുന്നമ്പത്തയിൽ, സിറാജുദ്ദീൻ, സലാഹുദ്ദീൻ, സൈന ബക്കർ തുടങ്ങിയവർ ചേർന്ന് ആലിൻ തൈ കൈമാറി. ക്ഷേത്രഭാരവാഹികളായ പ്രസിഡന്റ് മോഹൻദാസ്, സെക്രട്ടറി ബാബു ഹരിശ്രീ, ട്രഷറർ TB കുമാരൻ തുടങ്ങിയവർ ചേർന്ന് ഏറ്റുവാങ്ങി. ചാവക്കാട് നഗരസഭാ പരിധിയിൽ പൊതുകളിസ്ഥലങ്ങൾ ഇല്ലാത്തതിലും നിലവിലുണ്ടായിരുന്ന കളിസ്ഥലം മറ്റാവശ്യങ്ങൾക്കായി മാറ്റിയ നഗരസഭയുടെ നടപടിക്കുമെതിരെ
SDPI ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി നിവേദനം നൽകി. മുനിസിപ്പൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ദിലീപ് അത്താണിയാണ് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന് നിവേദനം നൽകിയത്. നിലവിൽ ഉപയോഗിച്ചിരുന്ന കളിസ്ഥലം മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താൻ നഗരസഭ തീരുമാനിച്ചതോടെ കായിക താരങ്ങളും പൊതുജനങ്ങളും ബുദ്ധിമുട്ടിലായെന്നും കേരളോത്സവം പോലുള്ള പരിപാടികൾക്ക് പോലും പണം നൽകി മറ്റ് മൈതാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട അവസ്ഥയാണെന്നും നിവേദനത്തിൽ പറയുന്നു. പൊതുജനങ്ങളുടെ കലാകായിക ആവശ്യങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് അധികൃതർ പിന്മാറുന്നതിലുള്ള പ്രതിഷേധവും SDPI അറിയിച്ചു. മുംബൈയിൽ നടന്ന മൂന്നാമത് നാഷണൽ CP ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2025 കേരളത്തിന് കിരീടം. ഫൈനലിൽ തമിഴ്നാടിനെ എതിരില്ലാത്ത 11 ഗോളുകൾക്ക് തകർത്തുകൊണ്ടാണ് കേരളം വിജയം കരസ്ഥമാക്കിയത്. കേരളത്തിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗുരുവായൂർ ബ്രഹ്മകുളം സ്വദേശി മുഹമ്മദ് സ്വാലിഹിന് നാടിന്റെ സ്വീകരണം നൽകി. സമന്വയ പാലാബസാറിന്റെ നേതൃത്വത്തിൽ മുഹമ്മദ് സ്വാലിഹിനെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,815 രൂപ, പവന് 94,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 200 രൂപ. ചരമം. കൂനമുച്ചി പരേതനായ അറങ്ങാശ്ശേരി ജോസഫ് ഭാര്യ കൊച്ചന്നം നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. LC, ഷീല, ജോൺസൺ, റോസിലി, ഓമന എന്നിവർ മക്കളാണ്. ചൂണ്ടൽ പുതുശ്ശേരി കുട്ടൻകുളങ്ങര തിലകൻ ഭാര്യ സതീരത്നം നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പുതുശ്ശേരിയിലുള്ള തറവാട്ടുവക ശ്മശാനത്തിൽ നടത്തും. ഷിനോയ്, ഷിജോയ് എന്നിവർ മക്കളാണ്. ചെറമനങ്ങാട് കൂത്തൂർ പരേതനായ കൊച്ചുണ്ണി ഭാര്യ തങ്കമണി നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് മരത്തങ്കോട് സെന്റ് ജോർജ് സെമിത്തേരി ചാപ്പലിൽ നടത്തും. പ്രിൻസ്, പ്രീമി, പ്രകാശ്, പ്രീജി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.